എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കും മുമ്പ് കോൺഗ്രസിൽ മതിയായ ചർച്ചകൾ നടന്നില്ല എന്നാണ് കെ സുധാകരൻ എം പി പറയുന്നത്. താൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാൻ ഒരു അവസരവും കിട്ടിയില്ലെന്ന് കെ സുധാകരൻ 24-നോട് പറഞ്ഞു. പ്രതീക്ഷ നൽകാതെ ആദ്യമേ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഒരു ചർച്ച വെച്ചാൽ മതിയായിരുന്നു. ആ ചർച്ച വെച്ച് ഞങ്ങളെ പോലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിരുത്തി ആ ചർച്ചയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിക്കുമായിരുന്നു. അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. അത് അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ലാക്ക് ഓഫ്. തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ബാലറ്റിൽ പ്രതിഷേധമെങ്ങാനും നടത്തിയാൽ അത് പാർട്ടിക്ക് ഒരിക്കലും ഗുണകരമാകില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പാർട്ടിക്ക് ദോഷം ചെയ്യരുത് എന്ന് പ്രവർത്തകരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. AICC അധ്യക്ഷനെ ഉൾപ്പെടെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് എൻ്റെ തീരുമാനമെന്നും കെ സുധാകരൻ പറയുന്നു. ബാലറ്റിൽ പ്രതിഷേധിക്കുന്നത് പാർട്ടിക്ക് ഗുണമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ വന്ന അഭിപ്രായം ചോദിക്കാറുണ്ട്. അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയാറ് പാർട്ടിക്ക് ഗുണകരമായ തീരുമാനം മാത്രമേ നിങ്ങൾ കൈക്കൊള്ളാവൂ. അതല്ലാതെ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ എടുക്കാൻ പാടില്ല. പാർട്ടിയാണ് നമുക്ക് വലുത്. പാർട്ടി തീരുമാനം അന്തിമമായ തീരുമാനമായി നിങ്ങൾ മുഖവിലക്കെടുക്കണം എന്ന ഉപദേശമേ ഞാൻ കൊടുക്കാറുള്ളൂ. എനിക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജി എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യു കം ആൻഡ് മീറ്റ് മീ, യു ഹാവ് ടു ഡിസ്കസ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞാനൊരു 5 ദിവസം കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയും. കണ്ണൂർ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് അവിടെ മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒറ്റപ്പെടുത്തിയപ്പോൾ പതറിപ്പോയില്ല എന്നും സുധാകരൻ 24-ന്റെ ആൻസർ പ്ലേസ് പരിപാടിയിൽ പ്രതികരിച്ചു. കെ സുധാകരനുമായി സംസാരിച്ച ദീപക് തർമ്മണം ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ദീപക്, ശരിക്കും ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കെ സുധാകരൻ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കീറാമുട്ടി കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഈ UDF-നും ഒഴിവായി കിട്ടിയേനെ. എന്നാൽ അദ്ദേഹം വളരെ താമസിച്ചാണ് പ്രതികരിച്ചത്. ഗോദാവരിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വേളയിൽ ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും ഒരുപാട് വിനാശം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അതിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് കൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ആദ്യം പ്രതീക്ഷ നൽകുന്നു, മത്സരിപ്പിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ കെ സുധാകരൻ അഭിമുഖ വേളയിൽ പറയുന്നുണ്ട്, ഐ വിൽ കൺസിഡർ യുവർ ഇൻട്രസ്റ്റ് എന്ന് കെ സുധാകരനോട് പറയുന്നു. അങ്ങനെ പറഞ്ഞ ഒരാൾ ഒടുവിൽ ഒരു ചർച്ചയുമില്ലാതെ, അതായത് കെ സുധാകരൻ്റെ ഏറ്റവും വലിയ ദുഃഖം, അദ്ദേഹം PCC പ്രസിഡന്റായിരുന്ന ആളാണ്. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഒന്നും തന്നെ ഈ മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിക്കുന്നില്ല, അവരുമായി സംസാരിക്കുന്നില്ല. എന്തിനേറെ കെ സുധാകരനോട് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന സമയത്ത് അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് പോലും സുധാകരൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാതെയാണ്. അത് സുധാകരൻ ഒരുപക്ഷെ വലിയ വേദനയായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ സസ്പെൻസ് തുടരട്ടെ എന്ന് സുധാകരൻ തീരുമാനിച്ചതും. ഗോദാവരിയിൽ നിന്നും പാളം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ മാത്രം ഞാൻ പാർട്ടിക്ക് വിധേയനാണെന്ന് പറഞ്ഞ് പ്രതിസന്ധി പരിഹരിച്ചു. പക്ഷേ പ്രതിസന്ധി ഇപ്പോഴും തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല SK. കാരണം സുധാകരൻ അത്രമേൽ ആത്മബന്ധമുള്ള അനുയായികളുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഞാൻ അഭിമുഖങ്ങളെ ചോദിച്ചു, ഇവർ ഈ മുറിവേറ്റ പ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങയുടെ ആരാധകർ, അനുയായികൾ ബാലറ്റിൽ പ്രതിഷേധിച്ചാൽ അത് UDF-ന് തിരിച്ചടിയാകില്ലേ എന്ന്. തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ആ പ്രവർത്തകരോട് ഞാൻ സംസാരിച്ച് കോൺഗ്രസിന് ദോഷം വരുത്താതിരിക്കാനുള്ള ഇടപെടൽ നടത്തുകയാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ എന്നുകൂടി കെ സുധാകരൻ പറയുകയാണ്. ഈ അഭിമുഖത്തിൽ ഒരുപക്ഷെ ഈ വിവാദങ്ങൾ കഴിഞ്ഞ് വളരെ ശാന്തനായിരിക്കുന്ന കെ സുധാകരൻ എല്ലാ വിഷയങ്ങളും തുറന്നു പറയുന്നുണ്ട്. ആരാണ് പാലം വലിച്ചത് എന്നുള്ള വിഷയം, അതുപോലെ ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ളത് എല്ലാം ഈ ആൻസർ പ്ലീസിൽ പങ്കുവയ്ക്കുന്നുണ്ട് SK. ദീപക് തർമ്മടമാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.